കേരളത്തിൽ നിന്നുള്ള 18 എംപിമാർ സത്യപ്രതിജ്ഞ ചെയ്തു. ഭൂരിഭാഗം എംപിമാരും മലയാളത്തിലാണ് സത്യവാചകം ചൊല്ലിയത്. സപ്തഭാഷാ സംഗമഭൂമിയായ കാസർഗോഡ് നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട രാജ്മോഹൻ ഉണ്ണിത്താനാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത്. ലോക്സഭയിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന രാജ്മോഹൻ ഉണ്ണിത്താനായ ഞാൻ കണ്ണൂരിൽ നിന്നും വിജയിച്ച KPCC അധ്യക്ഷൻ K. സുധാകരൻ രണ്ടാമനായി സത്യവാചകം ചൊല്ലി. നിയമപ്രകാരം ഏർപ്പെടുത്തപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പ്രദർശിപ്പിച്ചു കൊള്ളാമെന്നും മൂന്നാമതായി വടകരയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഷാഫി പറമ്പിൽ ഇംഗ്ലീഷിൽ സത്യവാചകം ചൊല്ലി. I, Shafi Parambil, having been elected a member of the House of the People, do solemnly affirm that I will bear true faith and allegiance to the Constitution of India. തുടർന്ന് കോഴിക്കോട് നിന്നും ജയിച്ച MK രാഘവൻ, പൊന്നാനിയിൽ നിന്നുള്ള അബ്ദുൽ സമദ് സമദാനി, മലപ്പുറത്തു നിന്നുള്ള ET മുഹമ്മദ് ബഷീറും സത്യവാചകം ചൊല്ലി. മൂവരും ദൈവനാമത്തിൽ മലയാളത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരത്തെയും അവിച്ഛിന്നതയെയും നിലനിർത്തിക്കൊള്ളാമെന്നും ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം വിശ്വസ്തമാവണ്ണം നിർവഹിച്ചു കൊള്ളാമെന്നും ദൈവത്തിൻ്റെ പേരിൽ പ്രതിജ്ഞ ചെയ്തുകൊള്ളുന്നു. തുടർന്ന് ആലത്തൂരിൽ നിന്നും വിജയിച്ച CPIM അംഗം K. രാധാകൃഷ്ണൻ ദൃഢപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കാൻ പോകുന്ന കർത്തവ്യം വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞയെടുക്കുന്നു. പാലക്കാട് MP VK ശ്രീകണ്ഠൻ, ചാലക്കുടി MP ബെന്നി ബെഹന്നാൻ, ഹൈബി ഈഡൻ എന്നിവർ സത്യപ്രതിജ്ഞ ചെയ്തു. ഹൈബി ഈഡൻ ഹിന്ദിയിലാണ് സത്യവാചകം ചൊല്ലിയത്. VK ശ്രീകണ്ഠൻ ആയ ഞാൻ നിയമപ്രകാരം ഏർപ്പെടുത്തപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയോട് ഞാൻ നിർവാജ്യമായി വിശ്വസ്തയും കൂലും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും तथा जिस पद में मैं ग्रहण करने वाला हूँ उसके कर्तव्यों का श्रद्धापूर्वक निर्वहन करूँगा. ഇടുക്കി MP ഡീൻ കുര്യാക്കോസ്, കോട്ടയം MP ഫ്രാൻസിസ് ജോർജ്, ആലപ്പുഴ MP KC വേണുഗോപാൽ എന്നിവർ തുടർന്ന് സത്യവാചകം ചൊല്ലി. ഇംഗ്ലീഷിലാണ് KC വേണുഗോപാൽ സത്യവാചകം ചൊല്ലിയത്. ഡീൻ കുര്യാക്കോസായ ഞാൻ നിയമപ്രകാരം ഏർപ്പെടുത്തപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പ്രദർശിപ്പിച്ചു കൊള്ളാമെന്നും that I will uphold the sovereignty and integrity of India and that I will faithfully discharge the duty upon which I am about to enter. മാവേലിക്കരയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ലോക്സഭയിലെ മുതിർന്ന അംഗങ്ങളിൽ ഒരാളായ കൊടിക്കുന്നിൽ സുരേഷ് സത്യവാചകം ചൊല്ലി. ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടും നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു. പിന്നീട് ആന്റോ ആന്റണി, RSP നേതാവ് NK പ്രേമചന്ദ്രൻ, അടൂർ പ്രകാശ് തുടങ്ങിയവർ സത്യവാചകം ചൊല്ലി. NK പ്രേമചന്ദ്രനും അടൂർ പ്രകാശും ഇംഗ്ലീഷിലാണ് സത്യവാചകം ചൊല്ലിയത്. ആൻഡോ ആൻ്റണി ആയ ഞാൻ ലോക്സഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ do solemnly affirm that I will bear true faith and allegiance to the Constitution of India and that I will faithfully discharge the duty upon which I am about to enter. തൃശൂർ MPയും കേന്ദ്ര സഹമന്ത്രിയുമായ സുരേഷ് ഗോപി രാവിലെ ദൈവനാമത്തിൽ സത്യവാചകം ചൊല്ലി അധികാരമേറ്റിരുന്നു. ലോകസഭയിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന സുരേഷ് ഗോപിയായ ഞാൻ വിദേശ പര്യടനത്തിലായതിനാൽ ശശി തരൂർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തില്ല. കോൺഗ്രസ് അംഗങ്ങളെല്ലാം കയ്യിൽ ഭരണഘടനയുടെ പതിപ്പേന്തിയാണ് സത്യപ്രതിജ്ഞ ചടങ്ങിനെത്തിയത്. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്. മൂന്നാം തവണ 3 ഇരട്ടി കൂടുതൽ അധ്വാനിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി.